നമസ്കാരം. സ്ത്രീ പദ്ധതിയിലേക്ക് സ്വാഗതം. സ്ത്രീ എന്നാൽ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് ഫോർ റൂറൽ ഓൺടർപ്രണേഴ്സ് ത്രൂ ബൈസൈക്കിൾസ് എന്നാണ്. ഇത് EESL അഥവാ എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ്, CESL അഥവാ കൺവേർജൻസ് എനർജി സർവീസസ് ലിമിറ്റഡ് എന്നിവർ ചേർന്ന് ഗ്രാമീണ സംരംഭകരുടെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി ആരംഭിച്ച ഒരു സംരംഭമാണ്. IIT ബോംബെ സാങ്കേതിക പങ്കാളിയും ശക്തി സസ്റ്റൈനബിൾ എനർജി ഫൗണ്ടേഷന്റെ പിന്തുണയോടെയും ഈ പദ്ധതി കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ വഴിയാണ് നടപ്പിലാക്കുന്നത്. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് സൈക്കിളിനെ കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടാം. മോട്ടോ വോൾട്ടിന്റെ ഹം 24 മോഡലാണിത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഈ സൈക്കിൾ മറ്റ് ഹം മോഡലുകളിൽ നിന്നും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിന് ചില പ്രത്യേക സവിശേഷതകളുണ്ട്. ഈ സൈക്കിളിൽ വരുത്തിയ ആദ്യ മാറ്റം ഇതിൻ്റെ വീൽ സൈസിലാണ്. സാധാരണ 26-27 ഇഞ്ച് വീലുകൾക്ക് പകരം 24 ഇഞ്ച് വീലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സൗകര്യം പരിഗണിച്ചാണ് ഈ മാറ്റം വരുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ മാറ്റം ഈ സൈക്കിളിൻ്റെ ബ്രാൻഡിങ്ങിലാണ്. ഇത് വെറും ഒരു സാധാരണ സൈക്കിളല്ല, ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ 2 തരം ലോഗോകൾ കാണാം. ഒന്ന് സ്ത്രീ എന്ന സംരംഭത്തിൻ്റെ ലോഗോ, രണ്ടാമതായി EESL, CESL എന്നീ സ്ഥാപനങ്ങളുടെ ലോഗോവും ഇതിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഈ മോഡലിൽ ചില പ്രത്യേക സൗകര്യങ്ങളുണ്ട്. സൗകര്യപ്രദമായി സാധനങ്ങൾ കൊണ്ടുപോകാൻ മുൻവശത്ത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു കൊട്ടയുണ്ട്. വെള്ളം കരുതാനായി ഒരു ബോട്ടിൽ ഹോൾഡർ, സുരക്ഷ ഉറപ്പാക്കാൻ ഒരു എക്സ്റ്റേണൽ നമ്പർ ലോക്ക്, ലഗേജുകൾ സുരക്ഷിതമായി വെക്കുമ്പോൾ സൗകര്യത്തിനായി ഒരു അധിക സെന്റർ സ്റ്റാൻഡ് എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ സീറ്റ് വീതിയുള്ളതും നീളമുള്ളതും വളരെ സൗകര്യപ്രദവുമാണ്. ഈ സൈക്കിളിന്റെ മെറ്റാലിക് നീല നിറം ഇതിന് മനോഹരമായ ഒരു രൂപം നൽകുന്നു. ഇത് നിലവിൽ വിപണിയിലുള്ള സൈക്കിളുകളിൽ ലഭ്യമല്ല. ബട്ടൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ത്രോട്ടിലിനു പകരം താക്കോൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ത്രോട്ടിൽ ഉപയോഗിച്ചാണ് ഈ മോഡൽ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഈ സൈക്കിളിൻ്റെ മുൻവശം ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. വിവിധ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുൻവശത്ത് ആദ്യം കാണുന്നത് ഹാൻഡിലാണ്. ഇത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അലൻ കീ ഉപയോഗിച്ച് ക്രമീകരിക്കാവുന്നതാണ്. ഹാൻഡിലിൻ്റെ മധ്യഭാഗത്തായി ഹെഡ്ലൈറ്റ് കാണാം. രാത്രിയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഹെഡ്ലൈറ്റ് പ്രവർത്തിപ്പിക്കുവാൻ ഈ ബട്ടൺ മുകളിലേക്ക് അമർത്തിയാൽ മതി. അതുപോലെ ഓഫ് ചെയ്യാനായി താഴേക്കും അമർത്തുക. വളരെ ലളിതമായൊരു സംവിധാനമാണിത്. ഹെഡ്ലൈറ്റിന് താഴെയായി ഇൻഡിക്കേറ്റർ ബട്ടൺ കാണാം. ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇടാനായി ഇടത്തേക്ക് അമർത്തുക, വലത്തേക്ക് ഇടാനായി വലത്തേക്കും അമർത്തുക. തൊട്ടടുത്തു തന്നെ ഹോൺ ബട്ടണും നൽകിയിട്ടുണ്ട്. കൂടാതെ വാഹനത്തിന്റെ പിൻഭാഗത്തായി ഒരു ബ്രേക്ക് ലൈറ്റ് സംവിധാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ബ്രേക്ക് അമർത്തുന്ന നിമിഷം തന്നെ അത് പ്രകാശിക്കുകയും ചെയ്യും. ഹാൻഡിലിൽ ബ്രേക്കുകൾ നൽകിയിട്ടുണ്ട്. ഇടത്തെ ബ്രേക്ക് പിന്നിലെ ചക്രത്തിനും വലത്തെ ബ്രേക്ക് മുന്നിലെ ചക്രത്തിനും ഉപയോഗിക്കാം. കൂടാതെ വേഗത കൂട്ടാൻ ഒരു ത്രോട്ടിലും ഇവിടെയുണ്ട്. ത്രോട്ടിൽ തിരിക്കുന്നതിനനുസരിച്ച് സൈക്കിളിൻ്റെ വേഗത വർദ്ധിക്കും. നിങ്ങളുടെ സൈക്കിളിൽ ഇത്തരത്തിലുള്ള ഒരു സാധാരണ ഡിസ്പ്ലേ ഉണ്ടാകാം. ഈ ഡിസ്പ്ലേയും സൈക്കിളും ഓൺ ചെയ്യാൻ ആദ്യം താക്കോൽ ഈ സ്ലോട്ടിലിട്ട് തിരിക്കുക. ഡിസ്പ്ലേ ഓൺ ചെയ്യാൻ നടുവിലെ ബട്ടൺ കുറച്ചു സെക്കൻഡുകൾ അമർത്തിപ്പിടിക്കുക. ഡിസ്പ്ലേയിൽ ലൈറ്റ് കാണുമ്പോൾ ബട്ടൺ വിടുക. ഇവിടെ നിങ്ങൾക്ക് സ്പീഡ്, ബാറ്ററി ലെവൽ, ഇതുവരെ ഓടിയ കിലോമീറ്ററുകൾ എന്നിവ കാണാം. കൂടാതെ വലതുവശത്തായി പെഡൽ അസിസ്റ്റ് മോഡുകൾ കാണാം. ഈ സൈക്കിളിന് 3 പെഡൽ അസിസ്റ്റ് മോഡുകൾ ഉണ്ട്. പ്ലസ് മൈനസ് ബട്ടണുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പെഡൽ അസിസ്റ്റ് മോഡുകൾ മാറ്റാം. പെഡൽ അസിസ്റ്റ് മോഡ് 1 പരമാവധി വേഗത മണിക്കൂറിൽ ഏകദേശം 18 കിലോമീറ്റർ വരെയാണ്. മോഡ് 2 വേഗത മണിക്കൂറിൽ 22 മുതൽ 23 കിലോമീറ്റർ വരെയും. മോഡ് 3 സൈക്കിളിന്
മണിക്കൂറിൽ 25 കിലോമീറ്റർ എന്ന ഉയർന്ന വേഗത വരെയും എത്താൻ കഴിയും. ഈ വേഗതാ പരിധികൾ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ്, മൈക്രോ മൊബിലിറ്റി ട്രാഫിക് മാർഗനിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 25 കിലോമീറ്റർ വരെ ഉയർന്ന വേഗതയുള്ള ഇലക്ട്രിക് സൈക്കിളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ല. സൈക്കിൾ ഓടിക്കുമ്പോൾ ബ്രേക്കുകൾ ഉപയോഗിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ വേണം. പെട്ടെന്നുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ബ്രേക്കുകൾ സാവധാനം നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. പിൻവശത്തെ ബ്രേക്ക് കൂടുതൽ ശക്തിയായി അമർത്തിയാൽ ടയർ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. മുൻവശത്തെ ബ്രേക്ക് അമിതമായി അമർത്തിയാൽ ബാലൻസ് തെറ്റി മറിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. അതുപോലെ രണ്ട് ബ്രേക്കുകളും ഒരേ സമയം ശക്തിയായി അമർത്തുന്നതും അപകടം വിളിച്ചു വരുത്തും. അതുകൊണ്ട് എപ്പോഴും ബ്രേക്കുകൾ മൃദുവായി നിയന്ത്രിച്ച് അമർത്തുക. ഈ സൈക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സീറ്റിന് താഴെയായി സുരക്ഷിതമായി സ്ഥാപിച്ചിരിക്കുന്ന 12 ശേഷിയുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ്. റീചാർജ് ചെയ്യാനായി സൈക്കിളിനൊപ്പം നൽകിയിട്ടുള്ള പ്രത്യേക ചാർജർ ഉപയോഗിച്ച് ഇവിടെ നൽകിയിട്ടുള്ള ചാർജിംഗ് സ്ലോട്ടിൽ പ്ലഗ് ചെയ്യുക. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ബാറ്ററി സൈക്കിളിൽ ഘടിപ്പിച്ചിരിക്കുമ്പോൾ തന്നെയോ അല്ലെങ്കിൽ ബാറ്ററി ഊരിയെടുത്ത് വീട്ടിനകത്ത് വെച്ചോ ചാർജ് ചെയ്യാവുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാറ്ററിയുടെ പ്രധാന പ്രത്യേകത ഇത് ഊരി മാറ്റാവുന്നതാണ് എന്നതാണ്. അതിനായി ആദ്യം സീറ്റിന് താഴെ നൽകിയിട്ടുള്ള ലിവർ ലളിതമായി അമർത്തി സീറ്റ് മുകളിലേക്ക് ഉയർത്തുക. അതിനുശേഷം സൈക്കിളിനൊപ്പം നൽകിയിട്ടുള്ള താക്കോൽ ബാറ്ററിയുടെ സ്ലോട്ടിൽ കൃത്യമായി ഇട്ട് ഇടത്തോട്ട് തിരിക്കുക. നിങ്ങൾ താക്കോൽ തിരിക്കുമ്പോൾ തന്നെ ബാറ്ററി അൺലോക്ക് ആകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ശേഷം ഇവിടെ നൽകിയിട്ടുള്ള ഹാൻഡിൽ ഉപയോഗിച്ച് ബാറ്ററി ശ്രദ്ധാപൂർവ്വം മുകളിലേക്ക് ഉയർത്തുക. ബാറ്ററി വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരും. ഇങ്ങനെ ഊരിയെടുത്ത ബാറ്ററി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി സൗകര്യപ്രദമായ സ്ഥലത്ത് വെച്ച് ചാർജ് ചെയ്യാം. ഈ സൈക്കിളിൻ്റെ സീറ്റ് നിങ്ങളുടെ ഉയരത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. സീറ്റ് ഉയർത്താനും താഴ്ത്താനും സൗകര്യമുണ്ട്. ഇതിനായി സീറ്റിൻ്റെ മുൻവശത്തുള്ള നട്ട് ബോൾട്ട് അഴിക്കേണ്ടതുണ്ട്. സ്പാനർ ഉപയോഗിച്ച് നട്ട് തിരിക്കുക. നട്ട് അയഞ്ഞ ശേഷം സീറ്റ് താഴ്ത്താനായി താഴേക്ക് അമർത്തുക. ഉയർത്താനായി മുകളിലേക്ക് വലിക്കുക. നിങ്ങളുടെ ആവശ്യമുള്ള ഉയരത്തിൽ സീറ്റ് ക്രമീകരിച്ച ശേഷം ബോൾട്ട് വീണ്ടും നന്നായി മുറുക്കി സീറ്റ് ഉറപ്പിക്കാൻ മറക്കരുത്. ഈ ഇലക്ട്രിക് സൈക്കിളിൽ പെഡൽ അസിസ്റ്റ് സംവിധാനം നൽകിയിട്ടുണ്ട്. അതായത് പെഡൽ ചവിട്ടുന്നത് കൂടുതൽ എളുപ്പമാകും. നിങ്ങൾ പെഡൽ ചവിട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ മോട്ടോർ ബാറ്ററിയിൽ നിന്ന് ഊർജ്ജമെടുത്ത് സൈക്കിളിൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്നു. ഈ സൈക്കിളിൻ്റെ വേഗത കൂട്ടാൻ നിങ്ങൾക്ക് 2 പ്രധാന മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം ത്രോട്ടിൽ ഉപയോഗിക്കുക എന്നതാണ്. ഹാൻഡിലിൽ നൽകിയിട്ടുള്ള ത്രോട്ടിൽ സംവിധാനം ഉയർത്തുന്നതിനനുസരിച്ച് സൈക്കിളിൻ്റെ വേഗത ക്രമേണ വർദ്ധിക്കും. കൂടാതെ ഡിസ്പ്ലേയിൽ സൈക്കിളിൻ്റെ തത്സമയ വേഗത കൃത്യമായി അറിയുവാനും സാധിക്കും. വേഗത കൂട്ടാനുള്ള രണ്ടാമത്തെ മാർഗം പെഡൽ അസിസ്റ്റ് സംവിധാനം ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങൾ പെഡൽ ചവിട്ടാൻ തുടങ്ങുന്ന നിമിഷം മുതൽ വേഗത കൂടുന്നത് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അതായത് പെഡൽ ചവിട്ടുന്നതിനനുസരിച്ച് സൈക്കിൾ വേഗത്തിൽ മുന്നോട്ട് പോകും. ഒരു ഇലക്ട്രിക് സൈക്കിളും സാധാരണ സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം ഇലക്ട്രിക് സൈക്കിളിന് ഒരു ഹബ് മോട്ടോർ ഉണ്ട് എന്നതാണ്. ഈ ഹബ് മോട്ടോർ സൈക്കിളിൻ്റെ ബാറ്ററിയിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചാണ് വേഗത നൽകുന്നത്. ഈ മോട്ടോർ 250 വാട്ട് BLDC മോട്ടോർ ആണ്. ഇതിന് മണിക്കൂറിൽ 25 കിലോമീറ്റർ വരെ പരമാവധി വേഗത നൽകാൻ കഴിയും. ഈ ഇലക്ട്രിക് സൈക്കിളിന് വേഗത കൂടുതലാണ്. അതുകൊണ്ട് സാധാരണ സൈക്കിളുകളിലെ റിം ബ്രേക്കിന് പകരം ഡിസ്ക് ബ്രേക്കാണ് നൽകിയിട്ടുള്ളത്. ഉയർന്ന വേഗതയിൽ പോലും സുരക്ഷിതമായി നിർത്താൻ ഡിസ്ക് ബ്രേക്ക് സഹായിക്കും. മോട്ടോർ ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന അതേ ബ്രേക്കാണിത്. ഈ സൈക്കിളിൻ്റെ മുൻവശത്ത് 80 മില്ലിമീറ്റർ ഫ്രണ്ട് സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. മോശം റോഡുകളിലൂടെയും കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഈ സസ്പെൻഷൻ സഹായിക്കുന്നു. ഈ സൈക്കിളിൻ്റെ മുൻവശത്തും പിൻവശത്തും മഡ് ഗാർഡുകൾ നൽകിയിട്ടുണ്ട്. ചെളിയും വെള്ളവും തെറിക്കാതിരിക്കാൻ ഇത് സഹായകമാകുന്നു. സൈക്കിളിലെ മഡ് ഗാർഡും ടയറും തമ്മിൽ ചെറിയ അകലം ഉണ്ടായിരിക്കണം. ചെളിയോ മറ്റ് അവശിഷ്ടങ്ങളോ അടിഞ്ഞുകൂടിയാൽ അത് കൃത്യമായി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഈ സൈക്കിളിൻ്റെ പിൻവശത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു കാർഗോ കാരിയർ നൽകിയിരിക്കുന്നത് കാണാം. അതിൽ നിങ്ങളുടെ സാധനങ്ങൾ വെച്ച് യാത്ര ചെയ്യാം. ഈ സൈക്കിളിൻ്റെ മൊത്തം ഭാരം വഹിക്കാനുള്ള ശേഷി 120 കിലോ ആണ്. അതിൽ നിന്ന് സൈക്കിളിൻ്റെ 30 കിലോ ഭാരവും നിങ്ങളുടെ ഭാരവും കുറച്ചാൽ 20 മുതൽ 25 കിലോ വരെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വെച്ച് യാത്ര ചെയ്യാം.
അതിൽ കൂടുതൽ ഭാരം വഹിക്കുന്നത് സൗകര്യപ്രദമല്ല. ഇതിൽ ഏതെങ്കിലും സാധനങ്ങൾ വെച്ച് അതിൻ്റെ ചരടോ മറ്റോ താഴെയുള്ള ടയറിലോ ചെയിനിലോ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിക്കുക. ഈ സൈക്കിളിനെ കുറിച്ച് എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരു റൈഡിന് പോയാലോ? യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഹെൽമെറ്റ് ധരിക്കുന്നത് നിർബന്ധമാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ ശരിയായ വലുപ്പത്തിലുള്ള ഒരു ഹെൽമെറ്റ് വാങ്ങുക. യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഹെൽമെറ്റ് ധരിക്കുക. ബക്കിൾ ചെയ്യുക. അതിനുശേഷം മാത്രം യാത്ര ആരംഭിക്കുക. സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ എപ്പോഴും റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ഓടിക്കാൻ ശ്രദ്ധിക്കുക. വലത്തോട്ട് തിരിയേണ്ടി വന്നാൽ ആദ്യം പിന്നിലേക്ക് നോക്കുക. വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം വലതുവശത്തെ ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് മാത്രം തിരിയുക. സുരക്ഷിതമായ യാത്രയ്ക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സൈക്കിളിൽ ട്യൂബ് ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുഖകരവും സുരക്ഷിതവുമായ യാത്രയ്ക്ക് ടയറിൽ ശരിയായ അളവിൽ കാറ്റ് നിറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കാറ്റ് കുറവാണെന്ന് തോന്നിയാൽ പ്രഷർ ഗേജ് ഉപയോഗിച്ച് പരിശോധിക്കാം. അല്ലെങ്കിൽ കൈകൊണ്ട് അമർത്തി നോക്കിയാലും മതി. ടയർ കൂടുതൽ മൃദുവായി തോന്നിയാൽ കാറ്റ് നിറയ്ക്കണം. ടയറിൽ കാറ്റ് നിറയ്ക്കാൻ അടുത്തുള്ള സൈക്കിൾ റിപ്പയർ കടയിൽ പോകാം. അല്ലെങ്കിൽ ഫുട് പമ്പോ ഇലക്ട്രിക് പമ്പോ ഉപയോഗിച്ച് കാറ്റ് നിറയ്ക്കാം. മുൻവശത്തെ ടയറിൽ 30 മുതൽ 35 PSIയും പിൻവശത്തെ ടയറിൽ 35 മുതൽ 40 PSIയും കാറ്റ് നിലനിർത്തണം. കാറ്റ് കുറഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടാകും. കൂടുതൽ കാറ്റ് നിറച്ചാൽ ടയർ പൊട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടെ ടയറിലെ കാറ്റ് പരിശോധിക്കുന്നത് സൈക്കിൾ നല്ല കണ്ടീഷനിൽ സൂക്ഷിക്കാനും സുഗമമായ യാത്ര ഉറപ്പാക്കാനും സഹായിക്കും. യാത്ര പൂർത്തിയാക്കിയ ശേഷം ബാറ്ററിയുടെ ചാർജ് 20% കുറവാണോ എന്ന് പരിശോധിക്കുക. കുറവാണെങ്കിൽ ചാർജ് ചെയ്യേണ്ടതുണ്ട്. ബാറ്ററി വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചാർജ് ചെയ്യാം. വീട്ടിലെത്തിയ ശേഷം ചാർജ് ചെയ്യുന്നതിന് മുൻപ് 30 മിനിറ്റ് ബാറ്ററി തണുക്കാൻ അനുവദിക്കുക. സൈക്കിളിനൊപ്പം നൽകിയിട്ടുള്ള ചാർജർ മാത്രം ഉപയോഗിക്കുക. മറ്റേതെങ്കിലും ചാർജർ ഉപയോഗിക്കരുത്. ബാറ്ററി ചാർജ് ചെയ്യാൻ വീട്ടിൽ ഒരു 3-പിൻ സോക്കറ്റ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് സ്ഥാപിക്കുക. ആദ്യം ചാർജർ 3-പിൻ സോക്കറ്റിൽ പ്ലഗ് ചെയ്യുക. എന്നാൽ ഉടൻ തന്നെ സ്വിച്ച് ഓൺ ചെയ്യരുത്. ചാർജിംഗ് സോക്കറ്റ് കണ്ടെത്തുക. ചാർജറിൻ്റെ പ്ലഗിൻ്റെ 3 പിന്നുകളും അതിൽ കൃത്യമായി ഉറപ്പിക്കുക. കണക്ട് ചെയ്ത ശേഷം ചാർജർ സ്വിച്ച് ഓൺ ചെയ്യുക. ചാർജർ ഓൺ ആക്കുമ്പോൾ ചുവന്ന ലൈറ്റ് കാണാം. ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ചുവന്ന ലൈറ്റ് പച്ച നിറമാകുമ്പോൾ ബാറ്ററി പൂർണ്ണമായും ചാർജ് ആയി എന്ന് മനസ്സിലാക്കാം. ബാറ്ററിയുടെ ചാർജ് സ്വയം പരിശോധിക്കാനും സാധിക്കും. ബാറ്ററിയുടെ മുകളിലുള്ള ബട്ടൺ അമർത്തിയാൽ നിലവിലെ ചാർജ് ലെവൽ കാണാൻ സാധിക്കും. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും സുരക്ഷിതവും നിരപ്പായതുമായ പ്രതലത്തിൽ മാത്രം ചാർജ് ചെയ്യുക. നേരിട്ടുള്ള സൂര്യപ്രകാശം, ജലസ്രോതസ്സുകൾ, ഈർപ്പമുള്ള സ്ഥലങ്ങൾ എന്നിവയിൽ നിന്ന് അകറ്റി വരണ്ട സ്ഥലത്ത് സൂക്ഷിക്കുക. സുരക്ഷയ്ക്കായി കുട്ടികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക. നിങ്ങൾക്ക് ഒരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയോ ദീർഘകാല അവധിക്ക് പോവുകയോ ചെയ്യണമെങ്കിൽ ബാറ്ററിയിൽ 50% ചാർജ് നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഇത് ബാറ്ററി കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കും. ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്ത ശേഷം അത് സൈക്കിളിൽ തിരികെ ഘടിപ്പിക്കാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സീറ്റിന് താഴെ നൽകിയിട്ടുള്ള ലിവർ ഉയർത്തി സീറ്റ് മുകളിലേക്ക് ഉയർത്തുക. ബാറ്ററിയുടെ ഹാൻഡിലിൽ പിടിച്ച് സൈക്കിളിലെ നിശ്ചിത സ്ലോട്ടിലേക്ക് ശ്രദ്ധാപൂർവം താഴ്ത്തുക. ബാറ്ററി ശരിയായി ഇരുന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ വിടവുകളുണ്ടോ എന്ന് പരിശോധിക്കുക. താക്കോൽ സ്ലോട്ടിൽ ഇട്ട് വലത്തോട്ട് തിരിച്ച് ബാറ്ററി സുരക്ഷിതമായി ലോക്ക് ചെയ്യുക. അവസാനമായി സീറ്റ് പഴയ സ്ഥാനത്തേക്ക് താഴ്ത്തി വയ്ക്കുക.